നിനക്ക് വന്നാൽ എനിക്കെന്ത് എന്ന് ചിന്തിക്കുന്ന ഈ ലോകത്ത് ബഹുഭൂരിപക്ഷം വരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. കാരണം ഞാനിത് പറയാനുണ്ടായ കാരണമെന്ന് പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഏതെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ പെട്ടതോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഈ ഒരു ഉപകാരം, ഈ ഒരു സഹായം ആവും എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിനക്കൊന്ന് വന്നാൽ എനിക്കെന്ത് എന്ന് ചിന്തിക്കുന്ന നമ്മുടെ ഈ ലോകത്ത് ഞാനങ്ങനെ ചിന്തിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യാം. കാരണം എനിക്ക് ഈ അടുത്ത കാലത്തല്ല, ഇപ്പോൾ 10 മാസമായി ഒരു ആക്സിഡൻറ്റ് നടന്നിട്ട്. ആ ആക്സിഡൻറ്റ് നടന്നു, എൻ്റെ ഒരു വലത് കൈക്ക് സാരമായിട്ടുള്ള പരിക്കുണ്ടായി. അപ്പോൾ ഇതുപോലുള്ള പരിക്കുകളുണ്ടായാൽ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ പറയുന്നത് കൈ മുറിച്ച് കളയേണ്ടി വരും, വിരൽ മുറിച്ച് കളയേണ്ടി വരും, കാല് മുറിക്കേണ്ടി വരും എന്ന് പറയുന്ന അവിടെ നിന്ന് ഞാനൊരു ഹോസ്പിറ്റലിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. കോയമ്പത്തൂർ ഗംഗ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ അവിടെ പോയി സർജറി ചെയ്തു. അവിടുത്തെ ഡോക്ടർമാരുടെ സ്നേഹം, അനുകമ്പ, അതാണ് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരാളിന് ഇങ്ങനെ ഒരു ഗുണം കിട്ടിയാൽ നമ്മളതിൽ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം. ഇത് കാണുന്ന ഒരാൾ പോലും ഷെയർ ചെയ്യാതിരിക്കരുത്. ഇനി അതിൻ്റെ വിഷയത്തിലോട്ട് വരാം. ഈ ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, ഞാനിങ്ങനെ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലെല്ലാം, കാര്യം എൻ്റെ കയ്യിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെല്ലാം ഇതിൻ്റെ സർജറി ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പോൾ ഒരു ഹോസ്പിറ്റലും സർജറി ഇല്ല. പിന്നെ ആകപ്പാടുള്ളത് ഇതിൻ്റെ സർജറി ഉള്ളത് തൃശ്ശൂർ എലൈറ്റ് ഹോസ്പിറ്റലിലാണ്. അതാണെങ്കിലോ വലിയ ലക്ഷങ്ങളാണ് ചോദിക്കുന്നത്, ഒരുപാട് ലക്ഷങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ അതൊന്നും എന്നെക്കൊണ്ട് താങ്ങുന്ന ഒരു അവസ്ഥ അല്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ 6 മാസത്തിനകം ചെയ്യേണ്ട സർജറി, പക്ഷേ കാശില്ലാത്തതുകൊണ്ട് ചെയ്തില്ല, അവിടെ പോകാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഫിസിയോതെറാപ്പിക്ക് വേണ്ടി മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു ഡോക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെയൊക്കെ സ്പെഷ്യലിസ്റ്റാണ് നമ്മുടെ കോയമ്പത്തൂർ ഗംഗാ ഹോസ്പിറ്റൽ എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ ഒന്ന് പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവിടെ, പ്രത്യേകിച്ച് എനിക്ക് മറ്റുള്ള സ്റ്റേറ്റുകൾ അത്ര വിശ്വാസമില്ല ഹോസ്പിറ്റലുകൾ, കാര്യം അവയവങ്ങൾ അടിച്ചു മാറ്റുന്ന പരിപാടിയൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും കോയമ്പത്തൂർ ഞാൻ പോയപ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഏറ്റവും എന്താ പറയുക, നല്ല സ്നേഹമുള്ള ഡോക്ടർമാരും, കാശാവും കേട്ടോ, അത്യാവശ്യം കാശാവുന്നുണ്ട്. പക്ഷേ എന്നാലും മറ്റുള്ളവരടുത്ത് അപേക്ഷിച്ച് കുറവുമാണ്. എല്ലാം നല്ല, എന്താ പറയുക, അവർ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, സർജറി എന്നൊക്കെ പറഞ്ഞാൽ അത്രയും നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതും വളരെയധികം കാശ് കൊടുത്താൽ അതിന് നഷ്ടമില്ല എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും നമ്മുടെ സംഘടനയിലുള്ള കുറച്ച് പേരുടെ സഹായത്താൽ എനിക്ക് ഈ ഗംഗാ ഹോസ്പിറ്റലിലോട്ട് പോകാൻ പറ്റി. അവിടെ സർജറി കഴിഞ്ഞ ഈ മാസം 2-ാം തീയതി സർജറി ആയിരുന്നു. അപ്പോൾ അവിടെ പോയി ആ ഡോക്ടർമാരുടെ സ്നേഹവും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് എനിക്കൊരു വിശ്വാസം വന്നതിന് ശേഷമാണ് ഞാൻ അവിടെ പോയത്. സർജറിയൊക്കെ കഴിഞ്ഞപ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ 3 ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 6 മാസത്തിന് മുൻപേ ചെന്നിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ 6 മാസത്തിനകത്ത് വെച്ച് ഞാൻ ചെന്നിരുന്നുവെങ്കിൽ എനിക്ക് ഫസ്റ്റ് സർജറി മൂന്നായിട്ടേ ചെയ്യാൻ പറ്റൂ. 3 സർജറിയാണ്, 3 ടേണായിട്ടേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഫസ്റ്റ് സർജറി 2 ലക്ഷം രൂപയ്ക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ അത് എന്താ പറയാൻ, സാമ്പത്തിക ബുദ്ധി പെട്ടെന്ന് കണ്ടെത്തുവാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ കൊണ്ട് എന്നെക്കൊണ്ട് കഴിഞ്ഞില്ല. പിന്നെ 6 മാസമൊക്കെ കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ അറിയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഈ ഗംഗാ ഹോസ്പിറ്റലിനെ പറ്റി ഈ പാലക്കാടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും, പക്ഷേ കേരളത്തിലെ മൊത്തം പേർക്കും അറിയാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യണം. ഇത്രയും നല്ലൊരു ഹോസ്പിറ്റൽ, നിങ്ങളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഗംഗാ ഹോസ്പിറ്റലിൽ പോകണം. ഇവിടെയൊക്കെ കേരളത്തിലെ ഹോസ്പിറ്റലിനേക്കാളും വളരെയധികം നല്ല ചികിത്സയാണ്. അവർ എന്താ പറയുക, ഇവിടെ വിരൽ മുറിക്കണം, കൈ മുറിച്ച് കളയണം, കാല് മുറിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കേസുകൾ അവരവിടെ സർജറി ചെയ്ത് അടിപൊളിയാക്കി വിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ഒരിക്കലും ഒരു വ്യാജ വീഡിയോ ചെയ്യില്ല, എത്രയും സത്യസന്ധമായിട്ട്. കാര്യം എനിക്ക് വന്ന ഗുണം, അല്ലെങ്കിൽ എനിക്ക് 1 ലക്ഷം രൂപ കൂടുതലായി. കാരണം 2 ലക്ഷം രൂപയ്ക്ക് തീരേണ്ട, നേരത്തെ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ മനസ്സിലായില്ലേ. 3 ലക്ഷമല്ല, 3 ലക്ഷം സർജറിക്ക് മാത്രമായിരുന്നു. പിന്നീട് ഏകദേശം 75,000 രൂപയോളം മറ്റുള്ള ചിലവ്, എന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ്, മറ്റു കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. അത് കൊടുക്കേണ്ടത് തന്നെയാണ്. പക്ഷേ എൻ്റെ സാഹചര്യം വളരെ മോശമായതുകൊണ്ട് ഞാൻ ആ 3 ലക്ഷം രൂപയ്ക്ക് അതിന് വേറെ കുറച്ച് സെറ്റപ്പ് കാര്യങ്ങൾ ചെയ്ത് 3 ലക്ഷം രൂപയിൽ ഒതുക്കി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം, ഷെയർ ചെയ്യാതിരിക്കരുത്. ഇത് ആർക്കെങ്കിലും ഒരു ഗുണം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. നിങ്ങൾക്ക് എന്ത് അസുഖമുണ്ടെങ്കിലും
നിങ്ങൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് നിങ്ങൾ ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇല്ലാത്ത ചികിത്സയാണെങ്കിൽ വിരലും കാലൊന്നും മുറിച്ച് കളയാൻ പോകണ്ട. നിങ്ങൾ നേരെ ഗംഗാ ഹോസ്പിറ്റലിലോട്ട് പോവുക, അവിടുത്തെ ഡോക്ടർമാരെ കാണുക, കൃത്യമായിട്ടും അതിനുള്ള ചികിത്സ ഉണ്ടാവും. അവർ സർജറി ചെയ്ത് ഭേദമാക്കി തരും എന്നുള്ള യാതൊരു മാറ്റവുമില്ല. എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക. വിശദമായിട്ട് അറിയണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ പേജ് ഫോളോയും കൂടെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.